ഹലോ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു കപ്പയും ചിക്കൻ കറി ആക്കിയാലോ. ഞാൻ 1 കിലോ ചിക്കൻ കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പെരിഞ്ചീരകം എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക്, ഒരു തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ചിക്കൻ മസാല 2 സ്പൂണ്, 1 സ്പൂണ് മുളക് പൊടി, 1 സ്പൂണ് മല്ലിപ്പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 4 സബോള അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. നമുക്ക് ചട്ടിക്കകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി അതിൻ്റെ അകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതിട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് വാടിച്ച് പോകുന്ന അരി വെച്ചിട്ടൊന്ന് സവാള ഇട്ട് കൊടുക്കാം. സവാള വാടി കിട്ടുന്നതിനായിട്ട് നമുക്ക് ഇതിനകത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നാൽ സവാള വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് എടുത്ത് വെച്ചിട്ട് മസാല ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അങ്ങനെ മസാലയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യാം. നമ്മുടെ കപ്പ അടുപ്പത്തിരുന്ന് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ആ സമയത്ത് കപ്പയ്ക്കുള്ള അരപ്പുണ്ടാക്കാം. നമുക്ക് ചിക്കൻ വേകാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് കപ്പയ്ക്കായിട്ട് അരപ്പ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ 1 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു 8 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് ഒതുക്കിയെടുക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഇച്ചിരി പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ കപ്പയ്ക്ക് അരപ്പൊക്കെ ചേർത്തിട്ടുണ്ട്. ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചതിൻ്റെ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കാം. നമ്മുടെ ടേസ്റ്റിയായ കപ്പപ്പുഴുക്കും ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ച് നോക്കാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ബൈ ബൈ.